ഹായ്. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ വല്ല ടൂർണമെൻറ്റിനും പോവാണ് എന്നല്ല. കണ്ടില്ലേ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമുക്കിന്നൊരു ഫോട്ടോഷൂട്ട് ഉണ്ട് നമ്മളെ ചെക്കന്മാരൊക്കെ കൂട്ടിയിട്ട്. ഡെഡിക്കേഷൻ ലെവലാണ്. ഇന്ന് പുത്തിരി പണം കണ്ടം ബ്രദേഴ്സിന് വേണ്ടിയൊരു കളിയുണ്ട്. യോ മേച്ചൻ മേച്ചോ എന്തൊക്കെ കാണാം. ഇത് പറഞ്ഞോ തുറക്ക് CR ഷിപ്പ് ഉണ്ട് അതിന്. ഫോട്ടോഷൂട്ട് അല്ല തിരുവോണ വരെ കൊണ്ടുപോയില്ലേ? അഞ്ചാറ് 7 ഇതുമേ തെച്ചിക്കോട്ട് രാമനും ചുള്ളി മറ്റേ കാളിയും ഒക്കെ ഉണ്ട്. ഇതുമേ ഷർട്ട് എണ്ണം കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം എടുത്താണെങ്കിലും 7 ദിവസം കൂടി കഴിഞ്ഞാ 7 അല്ല 2 ആഴ്ച കൂടി കഴിഞ്ഞ ഇവരെ കല്യാണാണ്. ഫോട്ടോഷൂട്ട് ഞങ്ങൾ ചക്കന്മാരാണ് വെച്ചത്. പക്ഷെ ഇവര് രണ്ടാളും ഇന്നലെ ഈ ഒരുങ്ങി വന്ന് ഇപ്പൊ മനസ്സിലാകത്ത്. ഇന്നലെ ഇപ്പൊ നിങ്ങൾ എടുത്തില്ലേ? ഇന്നലെ നിങ്ങൾ കപ്പിൾ ഷൂട്ട് അടിച്ചില്ലേ? ഇനിയിപ്പോ എന്തിനാ ഇപ്പഴ ഞങ്ങട്ട എപ്പോഴും അടിക്കാലോ. രസല്ലേ? ശരി അണ്ണേ എന്താണ് പറയാനുള്ളത്? നല്ലൊരു നിമിഷത്തിൽ ഓണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രഡീഷണൽ കൾച്ചറലി പരിപാടിയാണ്. അതെ. അപ്പൊ പിടിച്ചേ പറഞ്ഞോ എന്റെ അടുത്ത് പറഞ്ഞാണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കളികൾ. പോരെ അത് ലെവലാക്കി വെക്കിട്ടോ. ഒരു കാറില് നേരെ പോന്നോണ്ട് നമുക്ക് നമ്മളവിടെ മഴ ചെയ്തോണ്ട് പെരും മഴ. ഞാൻ എന്ത് ചെയ്തു എന്റെ ജെയ്സിന്റെ ഓട്സിലോട്ട് പോകുന്നു. രാവിലെ ടൂർണമെന്റ് കഴിഞ്ഞ് നേരെ പോകുന്നത് അല്ലേ? ഇന്റർലോക്കും പച്ചപ്പുല്ലുണ്ടോ? ഇന്റർലോക്കും പച്ചപ്പുല്ലും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് കിടിലം പടടിക്കും. ഇന്റർലോക്കിന് പല കഥകളുണ്ട് കേട്ടോ. ഇന്റർലോക്കിന് പച്ചപ്പുല്ലിന് പല കഥകളുണ്ട്. അണ്ണനെ ഒരു ബ്രൈഡിന്റെ ഷൂട്ട് പ്രീ വെഡ് എടുക്കാനല്ലേ, ഓള് ഇന്റർലോക്കും പച്ചപ്പുല്ലും ഉണ്ടെങ്കിലേ നിക്കുള്ളൂ പറഞ്ഞു. പാടം വയലൊന്നും പറ്റില്ലായിരുന്നു. ഞങ്ങള് നല്ല പാടം വൈബിലൊക്കെ കൊണ്ടുപോയിട്ട്, പക്ഷെ ഓൾക്ക് ഇന്റർലോക്കും പച്ചപ്പുല്ലും വേണം. എന്താ ചെയ്യാ? എടുത്തു പോയെങ്കിലേ ഞാൻ കുറച്ച് അങ്ങനെ എടുക്കാം. നടന്നോ? ഇതുമ്മേ മറ്റേ തെച്ചിക്കോട്ട് ശിവരാമനും കുഞ്ഞാണി എല്ലാ ആൾക്കാരും ഉണ്ട്. ഓണെ വരന്നെ ഞങ്ങളിപ്പോ വണ്ടൂർ ടൗൺ സ്ക്വയർ ഇനി ഒരു ലോഡ് ഒരു പടക്ക ആൾക്കാർ വരാല്ലേ നമുക്ക്. ഒരു ലോറിക്ക് ആളിറക്കി കാണാൻ ഒരു ഫുൾ ടീം ഇറങ്ങുന്നുണ്ട്. വരെ നമുക്ക് എന്റെ ഡ്രസ് മാറാൻ പോരി. എന്നാ ഇതിലെ പോവാ. അതിന്റെ മേലെ കൊടുക്കാൻ വേറെ പരിപാടിയൊന്നുമില്ല. ഏതായാലും ഇതൊരു രസമല്ലണ. ഓണത്തിന് എല്ലാ വർഷവും നമ്മള് വരലുണ്ട് അല്ലേ? ഫോട്ടോ എടുക്കാം. കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷമൊക്കെ നമ്മൾ വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ടൗൺ സ്ക്വയർ ഇപ്പൊ ജിഷ്ണു കുഞ്ഞാവേ ബാക്കിയുള്ള ടീംസ് ഒക്കെ വരാണ്ട് ഒരു വന്നിട്ടാണ് ബാക്കി പരിപാടി. ഇതാണ് ടൗൺ സ്ക്വയർ. ഇവിടെ അത്യാവശ്യം നല്ല അതിമനോഹരമായ ഗ്രാമം, പച്ചകളാൽ കുണുങ്ങി നിൽക്കുന്ന ടൗൺ സ്ക്വയർ, വണ്ടൂരിന്റെ ഹൃദയഭാഗത്ത്. അതെ. ഇന്ന് ഫോട്ടോ എടുത്ത് മരിക്കും. 1 മണിക്കൂറേ ടൈമുള്ളൂ. തൃശ്ശൂരത്തെ എല്ലാ ആനേനെയും ഒറ്റയ്ക്ക് ഇറക്കി. അതേ ഞാൻ പറഞ്ഞതേ. ഏതപ്പാ ട്രോള്? അണ്ണന്റെ ഷർട്ട് രക്ഷല. ഇവർക്ക് ഇന്നലെ ഫോട്ടോഷൂട്ട് അടിച്ചേ കറുപ്പും ഇന്ന് വെള്ളയും. അതെ. ഓണത്തിന് എവിടെയാ? ഇവിടെ ഞാൻ ഡ്രസ് മാറട്ടെ. ഈയടാ എന്താടാ രാവിലെ ക്രിക്കറ്റ് കളി, ഉച്ചക്ക് വടംവലി. അത് കഴിഞ്ഞ് നേരെ വന്നാണ് അതപ്പോ ഡ്രസ്സ് മാറ്റണേ. ഒന്ന് കുളിച്ചിട്ടോ നനച്ചിട്ടോ ഒന്നുമില്ല. കണ്ടോ
കാഴ്ചക്കാരായിട്ട് ഇതാ രണ്ടാള്. കണ്ടോ, കാഴ്ചക്കാരായിട്ട് രണ്ടാള് നോക്കി നിക്കുക. ഇവനാണെങ്കി ഒരു ഉടുപ്പൂല്ല. കണ്ടോ, ഇതാണ് മെസ്സി. മെസ്സി കുട്ടനാണ് പോ. മെസ്സിയേ. ആങ്കര മെസ്സി അല്ല, ഞാൻ വേറൊരു പേര് പറയലുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയണില്ല. കണ്ടോ എന്താ പിന്നെ, അത് മതിടാ, ആ ജേഴ്സി മതി. ആ മുണ്ടോ ആ ജേഴ്സി. എന്താ JMCയോ എന്താ സംഭവം? അത് മതി. ധാരാ കണ്ടോ സൂക്ഷ്മമായി നോക്കണട്ടോ ഇവര് രണ്ടാളും. ഞാൻ ഒറ്റ കിട്ടുന്നുണ്ടോ? പിന്നെ അതൊന്നും ഇവിടെ പറ്റൂല. ക്രിക്കറ്റ് കളി കഴിഞ്ഞാണ്ട നേരെ ഇങ്ങോട്ട് പാഞ്ഞാ നിക്കണേ. എന്നിട്ട് ഇവിടുന്നാണ് ഡ്രസ്സ് മാറണേ. കുളി നേനൊക്കെ മഴ കൊണ്ടാണ് അതിലാണ്ട് തീർത്ത്. രണ്ട് ഉളുപ്പില്ലാത്ത രണ്ട് ചെങ്ങന്മാര് രണ്ടാളിതാ രംഗപ്രവേശനം ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ കൊടുത്തിക്കണേ. അല്ല തൃശ്ശൂർ പൂരത്ത് ഫുള്ളാണ് ഇറക്കണോ? മുണ്ടിങ്ങനൊക്കെ കയറ്റി പിടിച്ച കരുത്. അല്ല എടാ പ്രാഞ്ചി, നീ എന്റെ അപ്പന്റെ കൂടെ എങ്ങനെ പഠിച്ച എന്നിട്ട് ഈ കുട്ടികളെ വന്ന് കേറുന്നതിന് നല്ല പ്രായം കിട്ടണ. പക്ഷെ അനുപാടം തൂക്കിട്ടോ, അനുപാടം തൂക്കി സാധനം. എന്താണ് ഈ അസുലഭ നിമിഷത്തിൽ പറയാനുള്ളത്? മാസത്തിൽ ഒരിക്കണമെന്നും മുണ്ട് കൊടുക്കണമെന്നും മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറേ ക്യാമറ ഇല്ല. ആ എസ്ത്രി എടുത്ത അയിലും കുറച്ച് മാറടിച്ചു. അയിലടിച്ചൂടേനും അയിലെടുക്ക. മറ്റേ ബംഗാളത്തെ ആൾക്കാർ ഇങ്ങനെ എടുക്കാം. മറ്റേ കട്ടർ ഉദുമാരി. എന്താണ് ഈ അസുലഭ നിമിഷത്തിൽ താങ്കൾക്ക് എന്താ പറയുന്നത്? ഒന്നും പറയല്ല, വേട്ടന് കിട്ടി പോണം. എന്ത് വേട്ട വേട്ട വീട്ടിക്ക് പോണെന്നല്ല, വേഗം വീട്ടിക്ക് പോണെന്നല്ലേ? വേഗം വീട്ടിൽ പോണം. ഇന്ന് തിരുവോണായോണ്ട് അതെ എന്നും തന്നെയല്ലേ പാടി. സദ്യ എവിടുന്ന് കഴിക്കും? എവിടുന്ന് കഴിച്ചാലും പാടില്ല, സദ്യ ആണ്. ഇത്രയും ആൾക്കാരുടെ ഒരു സദ്യ അല്ല പറഞ്ഞ ആകെ പ്രശ്നമാണതേ. പ്രശ്നം അടുത്ത കുറി നമ്മള് ഗ്രാൻഡ് ആയിട്ട് നടത്തും. സദ്യ ഒക്കെ ഉണ്ടാക്കിട്ട് എന്ത് ഗ്രാൻഡ് കഴിച്ചില്ലാണെങ്കിൽ നമുക്ക് ഇനി സദ്യ കഴിക്കാൻ യോഗല്ല. ഓളതുകൊണ്ടാണ് ഇപ്പൊ നേരം പോയതല്ലേ. മൈസൂർ റോജ പാക്കാണ്. ഇതൊക്കെ പഴയ ജിമ്മന്മാരാണ്. കണ്ടോ, ഇത് പുതിയ ജിമ്മൻ. ഇത് എന്താ പറയാ, ഡെഡിക്കേറ്റഡ് മാനാണ്. 2 മാസം കൊണ്ട് 10 ലോൺ. എത്ര ലോൺ കുറച്ച്? 2 മാസം കൊണ്ട് എത്ര ലോൺ കുറച്ച്? 10ഓ 12 അല്ലേ? 12 എന്താ പറഞ്ഞ്? കല്യാണം എങ്ങനെ? കല്യാണം വരെ ഉള്ളൂ ഇതിന് കാലാവധി. ഞാനാ പറയണേ, കല്യാണം കഴിഞ്ഞാലും ഞാൻ 75 മെയിൻറ്റെയിൻ ചെയ്യും. കണക്ക് നോക്കാണ്ടോ? ബോധിപ്പിക്കാൻ വേണ്ടി പോകും. ഇക്കാരിന് ബോധിപ്പിക്കല്ലേ? അല്ല, ഇക്കാരെ ബോധിപ്പിക്കല്ലേ? ആയിക്കോട്ടെ, 10,000. 75 എത്ര കാലം പോവും? അത് പോടത്തോളം പോവും. ഇപ്പൊ 85 എറിയ അത്ര പോയില്ലേ? 2 മാസമല്ല, അതിൽ കൊറേ പോയില്ല. 6 കൊല്ലം, എത്ര കൊല്ലം പോയി? 28 കൊല്ലം പോയില്ലേ? പക്ഷെ ഉണ്ടല്ലോ, അണ്ണന്റെ ഒരു കാര്യം നമ്മൾ സമ്മതിച്ചു കൊടുത്തു. ഇപ്പൊ ഞാനൊക്കെ ഒരു 5-6 മാസം മുന്നേ ജിമ്മിൽ പോയാണ്ട് 2 മാസം പോകും, നിർത്തും. തടി കൂടും. ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാകട്ടെ. അപ്പൊ എന്താ പറയാന്ന് വെച്ചാല്,
ഞാനൊക്കെ ജിമ്മിൽ പോയി അണ്ണൻ പോകുമ്പോ ഇങ്ങനെ രാവിലെ ഇങ്ങനെ പറയും ഞാൻ പോകൂടാ, ഞാൻ അടുത്ത മാസം പോകൂടാന്ന് പറഞ്ഞാല്. പക്ഷെ അണ്ണ കല്യാണത്തിന്റെ ഇപ്പൊ അടുത്ത ആഴ്ച അതിന്റെ പിറ്റത്തെ ആഴ്ച കല്യാണമാണ്. അപ്പൊ അതിന്റെ 2 മാസം മുന്നേ പോയാണ്ട് 10 ചില്ലാൻ കിലോ ഉണ്ടായിരുന്നു, 85 എത്ര അതുണ്ടായിരുന്നു, നല്ലതായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ 2 മാസം കൊണ്ട് ഒരു ഏകദേശം 10-12 കിലോ കുറച്ചാണ്ട് അണ്ണ സെറ്റായി. അതാണ് ഡെഡിക്കേഷൻ. പട്ടിണി കിടന്ന ആരാണെങ്കിലും അല്ല അവിടെ എന്താ എന്റെ പറയാത്തത്? അണ്ണ ഫുള്ള് ഡയറ്റ് ഫുഡ് ആയിരുന്നു. അത് ഞാൻ കണ്ടതാണ്. ഉച്ചക്ക് ഞാൻ തിന്നിട്ടുണ്ട് ചിക്കൻ പുഴുങ്ങിയതൊക്കെ. അപ്പൊ അതത്രേ ഉള്ളൂ പറയാനുള്ളത്. ഇവിടെ കുറെ ആൾക്കാരുണ്ട് 6 പാക്ക് ഒക്കെ ഉണ്ടാക്കിയാണ്ട് ഓനാക്കണടാ. വൺ പേക്കാണ് അവരുണ്ടല്ല. ഇവിടെ റോജാ പാക്ക്, റോജാ പാക്ക് വലിയവരും ചെറിയവരും എല്ലാവരും ഇഷ്ടപ്പെടും. നിജാം പാക്ക്